അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ടൂറിസ്റ്റ് ബസ്സിൽ കയറി ഒരു കല്യാണത്തിന് പോവാണ്. ഇവിടെയെങ്ങും അല്ല, അങ്ങ് തിരുവല്ലയിൽ, നമ്മുടെ സീതത്തോട്ടിൽ നിന്ന് തിരുവല്ലയ്ക്കാണ് പോകുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും സാരിയൊക്കെ ചുറ്റി ആയതുകൊണ്ട് എല്ലാവരും എപ്പോഴും സാരിയെ പിടിച്ചുകൊണ്ടായിരുന്നു നിൽക്കുന്നത് തന്നെ. തിരുവല്ല നന്നൂർ ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ഈ കല്യാണം. ക്യാമറമാൻ പറയുന്നതിനനുസരിച്ച് നമ്മുടെ കഥാനായകൻ ഓരോ എക്സ്പ്രഷൻസും നല്ല ഭംഗിയായിട്ട് ഇടുന്നുണ്ടായിരുന്നു കേട്ടോ. കഥാനായകനെ അമ്പലത്തിനുള്ളിലേക്ക് സ്വീകരിക്കുക എന്നുള്ളതാണ് അടുത്ത ചടങ്ങ്. അമ്പലമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അടുത്തായി നമ്മുടെ കഥാനായികയാണ് കടന്നു വരുന്നത്. അതിനായി കാണികളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കൊട്ടും മേളവും പാട്ടും ഒക്കെ ആയിട്ട് ഇതാ നമ്മുടെ കഥാനായിക എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതും നമ്മുടെ ക്യാമറമാന്മാർ പറയുന്നതിനനുസരിച്ചേ വരാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഞാനും ആദ്യമായിട്ട് തന്നെയാണ് കേട്ടോ പെൺകൊച്ചിനെ കാണുന്നത്. അപ്പൊ എന്റെ കണ്ണിലേക്ക് ആദ്യം ആകർഷിച്ചത് ആ മൂക്കൂത്തിയാണ് കേട്ടോ. നിങ്ങൾക്കും അതുപോലൊക്കെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം പീകോക്ക് ബ്ലൂയിലുള്ള ഒരു സാരിയും അതുപോലെ തന്നെ പീകോക്ക് കുഞ്ഞെ പോലൊക്കെ തന്നെ ഇരിക്കുന്നതായിട്ടാണ് എനിക്കും തോന്നിയത്. ഇത് നമ്മുടെ കല്യാണച്ചക്കൻ്റെ അമ്മയും പെങ്ങളുമാണ്. ഇവരിനി എങ്ങനെ സ്റ്റേജിൽ കയറി എന്ത് ചെയ്യണം എന്നൊക്കെ ആകാംക്ഷയിൽ നിൽക്കുകയാണ്. അങ്ങനെ അവരുടെ കെട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ആ ഗ്യാപ്പിൽ ഇനിയും കല്യാണം കഴിഞ്ഞു, ഇനി ആരും കസേരയിൽ ഇരിക്കത്തില്ല. എല്ലാവരും ഒറ്റ ഓട്ടം ഒരിടത്തേക്കാണ്. അത് ഞങ്ങൾ ഓടി. ഒരു ചേട്ടൻ ഫോണൊക്കെ വിളിച്ചുകൊണ്ടാണ് ഓടുന്നത്, സീറ്റ് പിടിക്കാനെന്നൊക്കെ ആയിരിക്കും. ഞങ്ങളും ആ ചേട്ടൻ്റെ പുറകെ തന്നെ വെച്ച് പിടിച്ചു. അങ്ങനെ ഞങ്ങൾക്കും കിട്ടിയ ഒരു സീറ്റ്. നല്ല കിട്ടിക്കാച്ചി ഭക്ഷണമായിരുന്നു കേട്ടോ. കല്യാണ സദ്യ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് പരിപ്പും പപ്പടവും ഒക്കെ കൂട്ടി കഴിക്കുന്നത്. അത് ഞങ്ങളുടെ പത്തനംതിട്ടയിലെ പരിപ്പ് കറി ഒരു പ്രത്യേകതരം ടേസ്റ്റാണ് കേട്ടോ. പരിപ്പും പപ്പടവും അതിൻ്റെ കൂടെ നെയ്യും പായസവും ഒക്കെ കൂട്ടി കഴിക്കുന്ന ഒരു പ്രത്യേകതയാണ്. ഞാൻ പായസത്തിൻ്റെ കൂടെ ചോറൊക്കെ കഴിക്കും കേട്ടോ. 2 തരം പായസം ഉണ്ടായിരുന്നു, പാൽപ്പായസവും പ്രഥമനും ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ സമ്മാനം കൊടുക്കുമ്പോഴും ചോറ് കഴിക്കുമ്പോഴും ഒക്കെ നമുക്ക് നാരങ്ങ കിട്ടും. അത് ഞങ്ങളുടെ ഒരു പത്തനംതിട്ടക്കാരുടെ പ്രത്യേകതയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ബൈ.